നിങ്ങൾ മടിയനല്ല, ഒരു കെണിയിൽ കുടുങ്ങിയിരിക്കുന്നു. നിങ്ങൾക്കൊരിക്കലെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? രാത്രിയിൽ കിടക്കാൻ പോകുമ്പോൾ നിങ്ങൾ തീരുമാനിക്കും, നാളെ മുതൽ മാറണം, നാളെ മുതൽ പഠിക്കണം, നാളെ മുതൽ ജീവിതം ശരിയാക്കണം. പക്ഷേ രാവിലെ വരുമ്പോൾ ഒന്നും മാറുന്നില്ല. അതേ ഫോൺ, അതേ സ്ക്രോളിംഗ്, അതേ മാറ്റിവെക്കൽ. പിന്നെ നിങ്ങൾ സ്വയം പറയും, ഞാൻ മടിയനാണ്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ മടിയനല്ല. വാസ്തവത്തിൽ നിങ്ങളൊരു അദൃശ്യ കെണിയിൽ കുടുങ്ങിയിരിക്കുകയാണ്. അതെങ്ങനെ? ഒരു ചെറിയ ഉദാഹരണം നോക്കാം. നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും വീട്ടിലെത്തിയ ശേഷം അവസാന 10 മിനിറ്റ് യാത്ര ഓർമ്മയില്ലാതായിട്ടുണ്ടോ? നിങ്ങൾ കാർ ഓടിച്ചു, റോഡുകൾ കടന്നു, തിരിവുകൾ എടുത്തു, പക്ഷെ എങ്ങനെ എത്തിയെന്നത് ഓർമ്മയില്ല. കാരണം ആ സമയത്ത് നിങ്ങളുടെ തലച്ചോർ ചിന്തിച്ചിരുന്നില്ല. അത് ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുകയായിരുന്നു. നമ്മുടെ തലച്ചോറിന് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. നാം വീണ്ടും വീണ്ടും ചെയ്യുന്ന കാര്യങ്ങളെ അതൊരു പ്രോഗ്രാമാക്കി മാറ്റും. അതുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റ ഉടനെ ഫോൺ എടുക്കുന്നത് എളുപ്പമാകുന്നത്. അതുകൊണ്ടാണ് ബുദ്ധിമുട്ടുള്ള ജോലികൾ മാറ്റിവെക്കുന്നത് സ്വാഭാവികമാകുന്നത്. നിങ്ങളത് തിരഞ്ഞെടുക്കുന്നതല്ല, നിങ്ങളുടെ പഴയ പ്രോഗ്രാം പ്രവർത്തിക്കുകയാണ്. ഇനി ശ്രദ്ധിക്കൂ. ഒരു ദിവസം നിങ്ങൾ തീരുമാനിക്കുന്നു, ഇന്നു മുതൽ ഞാൻ മാറും. പഠിക്കാനിരിക്കുന്നു, ജോലി തുടങ്ങാൻ ശ്രമിക്കുന്നു. പക്ഷെ കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഒരു വിചിത്രമായ അസ്വസ്ഥത. ഫോൺ നോക്കാൻ തോന്നുന്നു, എഴുന്നേറ്റ് നടക്കാൻ തോന്നുന്നു, മറ്റെന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നു. മിക്ക ആളുകളും ഈ സമയത്ത് കരുതുന്നത്, എനിക്ക് വാശിയില്ല. അല്ല, യഥാർത്ഥത്തിൽ നിങ്ങളുടെ തലച്ചോർ പറയുന്നത് ഇതാണ്, ഇത് നമുക്ക് പരിചയമില്ല, പഴയ വഴിയിലേക്ക് തിരികെ പോ. അതാണ് ആ അദൃശ്യകെണി. ഓരോ തവണയും നിങ്ങൾ പിന്മാറുമ്പോൾ ആ കെണി കൂടുതൽ ശക്തമാകും. പക്ഷെ നല്ല വാർത്ത എന്താണെന്നറിയാമോ? അതിനെ തകർക്കാൻ വലിയ മാറ്റങ്ങൾ ആവശ്യമില്ല. ഒരു ചെറിയ പ്രവൃത്തി മാത്രം മതി. ഒരു പേജ് വായിക്കുക, ഒരു മിനിറ്റ് പഠിക്കുക, ഒരു പുഷ്-അപ്പ് ചെയ്യുക, 5 മിനിറ്റ് മാത്രം ജോലി ചെയ്യുക. കാരണം ലക്ഷ്യം വലിയ പുരോഗതിയല്ല, ഒരു ചെറിയ തെളിവാണ്. ഞാൻ പറയുന്നത് ഞാൻ ചെയ്യുന്നു എന്ന തെളിവ്. ആ തെളിവ് ദിവസേന ആവർത്തിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോർ ഒരു പുതിയ പ്രോഗ്രാം നിർമ്മിക്കാൻ തുടങ്ങും. പഴയ കെണി പതുക്കെ തകരും. പുതിയൊരു വ്യക്തി രൂപപ്പെടും. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ തിരിച്ചറിയും, പ്രശ്നം മടിയായിരുന്നില്ല, പ്രശ്നം നിങ്ങളായിരുന്നില്ല. നിങ്ങൾ അറിയാതെ ആവർത്തിച്ചിരുന്ന ഒരു ലൂപ്പ് മാത്രമായിരുന്നു. അതുകൊണ്ട് ഇന്ന് സ്വയം മടിയൻ എന്ന് വിളിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം ചെയ്യൂ. വളരെ ചെറിയൊരു കാര്യം. കാരണം ചിലപ്പോൾ ജീവിതം മാറ്റുന്നത് വലിയ തീരുമാനങ്ങളല്ല, വെറും ഒരു ചെറിയ പ്രവൃത്തിയാണ്. അത് വീണ്ടും വീണ്ടും വീണ്ടും. അങ്ങനെ ഒരു ദിവസം നിങ്ങൾ ആ കെണിയിൽ നിന്ന് പുറത്തുവരും.